all, welcome back to my channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തംബ്നെയിലിൽ കണ്ട പോലെ അൺറാം പിഗ്മെന്റേഷൻ റിലേറ്റഡ് ഒരു വീഡിയോ ആണ്. അൺറാം പിഗ്മെന്റേഷൻ എന്തുകൊണ്ട് വരുന്നു, എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് ഇൻ ഓഫീസ് ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്, ടോപ്പിക്കൽ ക്രീംസ് വർക്ക് ആകുമോ, ഹോം റെമഡീസ് ഉണ്ടോ എന്നിവയെ പറ്റിയുള്ള ഒരു വീഡിയോ ആണിത്. സോ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്താൽ തന്നെ കാണാം. ആൻഡ് സംബഡി ഈസ് ന്യൂ ടു മൈ ചാനൽ, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ എം ഡോക്ടർ ഐശ്വര്യ കാർത്തിക്. ഐ എം എ ഡെന്റിസ്റ്റ്, ന്യൂട്രീഷനിസ്റ്റ് ആൻഡ് സ്കിൻ കെയർ ഫോർമുലേറ്റർ. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ തോന്നുന്നു. നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. സോ ഞാൻ എന്നും പറയുന്ന പോലെ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് കോസസ്. കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലായാൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ മെയിൻ ആയിട്ടുള്ള അൺറാം പിഗ്മെന്റേഷന്റെ ആദ്യത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ ആണ്. അപ്പൊ ഫ്രിക്ഷൻ പല രീതിയിൽ ഉണ്ടാകാം അല്ലെ. നമ്മൾ ഡേ ടു ഡേ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് ഫ്രിക്ഷൻ ഉണ്ടാവാം. അതല്ലെങ്കിൽ ഡ്രസ്സ് എന്തെങ്കിലും കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സും നമ്മുടെ സ്കിന്നും ആയിട്ടുള്ള ഫ്രിക്ഷൻ ഉണ്ടാവാം. അങ്ങനെ പല രീതിയിലുള്ള ഫ്രിക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രിക്ഷൻ ഒരുപാട് ഉണ്ടായിട്ട് അതൊരു കാരണമാണ് പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാവുക. അതായത് എന്ത് ഇഞ്ചുറി ആയിക്കോട്ടെ, എന്ത് ഫ്രിക്ഷൻ ആയിക്കോട്ടെ, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ സെൽസ്, പിഗ്മെന്റ് സെൽസ് ഒരുപാട് മെലനിൻ പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് ആ ഒരു ഡാർക്ക്നെസ് അവിടെ വരുന്നത്. സോ മാക്സിമം ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ കോസ് എങ്കിൽ, അതായത് ഫ്രിക്ഷൻ ആണ് നിങ്ങളുടെ കോസ് എങ്കിൽ, ടൈറ്റ് ഫിറ്റഡ് ക്ലോത്ത്സ് നിങ്ങൾ അവോയ്ഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഈ രീതിയിൽ വരുന്നുള്ള ഈ ഫ്രിക്ഷൻ അവോയ്ഡ് ചെയ്യാം. ആൻഡ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഇൻ അൺറാംസ് കൂടെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പോയിന്റ് നമ്പർ 2 പോവാം. അതാണ് ഹെയർ റിമൂവൽ മെത്തേഡ്സ്. നമ്മളിലുള്ള മിക്ക ആൾക്കാരും ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ആദ്യത്തെ മെത്തേഡ് ഷേവിങ്. സെക്കൻഡ് ഇസ് ഹെയർ റിമൂവൽ ക്രീംസ്, അതായത് ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇട്ടിട്ട് റിമൂവ് ചെയ്യുന്ന സാധനം, ഹെയർ റിമൂവൽ ക്രീംസ്. തേർഡ് വൺ ഇസ് വാക്സിങ്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് വാക്സിങ്. ഈ 3 മെത്തേഡ്സ് ആണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ചെയ്യാറുള്ളത്. ഈ 3 അതിൻ്റെതായ ഡീമെറിറ്റ്സ് ഉണ്ട്. ഈ 3 കാരണം നിങ്ങൾക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാം. ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് ഷേവിംഗ് ആണ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞും തരാം. കാരണം ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഷേവ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനൊരു സംഭവം ഹൈപ്പർ പിഗ്മെന്റേഷൻ വന്നിട്ടുണ്ടായിരിക്കും. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഷേവിംഗ് എന്തുകൊണ്ട് സജസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പ്രോപ്പറായിട്ട് നല്ലൊരു റേസർ കൊണ്ട് പ്രോപ്പർ മെത്തേഡിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഷേവിംഗ് ഇസ് ദ ബെസ്റ്റ് ഹെയർ റിമൂവൽ മെത്തേഡ് എന്നാണ് ഞാൻ പറയുക. കാരണം ഞാൻ കുറേ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന ഒരു മെത്തേഡ് ഹെയർ ഷേവിംഗ് തന്നെയാണ്. ഐ ഡോണ്ട് ഗോ ഫോർ ഹെയർ വാക്സിങ്, ഐ ഡോണ്ട് യൂസ് ഹെയർ റിമൂവൽ ക്രീംസ്. ഇതിൽ 2 തീരെ നന്നല്ലാത്ത സംഭവമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഹെയർ വാക്സിങ്ങിന്റെ കാര്യം പറയാം. പല ആൾക്കാർക്കും ഹെയർ വാക്സിങ് ആയിരിക്കും ചിലവ് കംഫർട്ടബിൾ. ഹെയർ വാക്സിങ്ങിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹെയർ വാക്സിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾക്ക് പുതിയ ഗ്രോത്ത് ഉണ്ടാവത്തുള്ളൂ. അതായത് നമ്മളത് റൂട്ടിൽ നിന്നാണ് നമ്മൾ പറിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും വീണ്ടും ആ ഹെയർസ് ഒക്കെ തിരിച്ചു വരുന്നുണ്ടാവുക. ബട്ട് ഹെയർ ഷേവിങ് കുറച്ച് ടിപ്പ് എന്നായിരിക്കും വരുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് ഫ്രീക്വന്റ് ആയിട്ട് ചിലപ്പോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരിക്കും. അതാണ് ഫസ്റ്റ് കാര്യം, നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഹെയർ വാക്സിങ്ങിനെ പറ്റിയിട്ട്. പക്ഷേ ഹെയർ വാക്സിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കണം എന്തോരം ഫോഴ്സ് എടുത്തിട്ടാണ് അവരിത് വലിക്കുന്നത് എന്നുള്ളത്. ഓൾസോ നമ്മൾ ചില സമയത്ത് ഹോട്ട് വാക്സും അവിടെ വയ്ക്കാറുണ്ട്. അതല്ലെങ്കിൽ വാക്സ് നമ്മൾ റബ്ബ് ചെയ്തിട്ടും നമ്മൾ വീട്ടിൽ ചെയ്യാറുണ്ട്. റബ്ബ് ചെയ്ത് വെച്ചിട്ട് പുള്ള് ചെയ്യുന്ന ഒരു സ്ട്രെങ്ത് നിങ്ങൾ ആലോചിക്കണം. ദാറ്റ്സ് റിയലി ബാഡ്. അത് ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. എസ്പെഷ്യലി പീപ്പിൾ വിത്ത് സെൻസിറ്റീവ് സ്കിൻ ആ ഒരു ഏരിയയിലൊന്നും അങ്ങനെ ചെയ്യാനേ പാടില്ല. പല ആൾക്കാർക്കും ചിലപ്പോൾ ഇത് എതിർപ്പുണ്ടായിരിക്കും. കാരണം അവരൊക്കെ ഹെയർ വാക്സിങ് ചെയ്തിട്ട് അവർക്ക് കുഴപ്പമുണ്ടായി. ഇഫ് യു ആർ ഓക്കെ വിത്ത് ഇറ്റ്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. അതിൽ എനിക്കൊന്നും പറയാനില്ല. ബട്ട് ഏറ്റവും കൂടുതൽ സെൻസിറ്റിവിറ്റി ഉണ്ടാവുന്നത് ഹെയർ വാക്സിങ് ചെയ്യുമ്പോഴാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല. കുറേ വർഷം കഴിയുന്ന സമയത്ത് അതൊരു ലോങ്ങർ റണ്ണിനൊന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിന്ന് ഇലാസ്റ്റിസിറ്റി ആവും, അതാവും. സോ യു കനോട്ട് യൂസ് ഇറ്റ്. സോ അത് എനിക്ക് നല്ലൊരു മെത്തേഡായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഐ ഓൾവേസ് സ്റ്റിക്ക് വിത്ത് ഹെയർ ഷേവിങ്. ഇനി നമ്മുടെ 3ാമത്തെ മെത്തേഡിനെ കുറിച്ച് പറയാം. ദാറ്റ് ഈസ് ഹെയർ റിമൂവൽ ക്രീംസ്. ഹെയർ റിമൂവൽ ക്രീംസ് മാർക്കറ്റിൽ എനിക്കൊന്ന് വീറ്റും അങ്ങനെ കുറച്ച് ക്രീംസ് തോന്നുന്നു ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് അതൊരു അത്യാവശ്യം പെയിൻലെസ് മെത്തേഡ് തന്നെയാണ്. വാക്സിങ് പോലെയൊന്നും അല്ല. ഈവൻ ഷേവിങ്ങിനേക്കാളും എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ കുറച്ച് പ്രാവശ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്ക് അതിൻ്റെ ഞാനൊരു സ്കിൻ കെയർ ഫോർമുലേറ്റർ ആയതും കൂടി പറയുകയാണ്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കെമിക്കൽസ് ഭയങ്കര സ്ട്രോങ് ആണ്. അത് മന്ത്ലി വൺസ് ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട് എനിക്ക് അത്ര നല്ല അഭിപ്രായമല്ല. സോ അതുകൊണ്ട് തന്നെ ഹെയർ റിമൂവൽ ക്രീംസിൻ്റെ അത്ര വലിയ ഫാൻ അല്ല ഞാൻ എൻ്റെ ക്ലയൻസിനോടും പറയാറുണ്ട് മാക്സിമം അത് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഈ 3 മെത്തേഡിനേക്കാളും ഏറ്റവും നല്ല എളുപ്പ വഴി എന്ന് പറയുന്നത് ലേസർ ഹെയർ റിഡക്ഷൻ തന്നെയാണ്. ഇത്തിരി കോസ്റ്റ്ലി ആണത്. ബട്ട് അതൊരു നിങ്ങൾക്കൊരു ലോങ് ടൈം സൊല്യൂഷൻ ആയിരിക്കും അതുണ്ടാവുക. കാരണം ഒരുപാട് പ്രായം കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഷേവിങ്
അല്ലെങ്കിൽ വാക്സിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇഫ് യു ക്യാൻ സേവ് അപ്പ് സം മണി, നിങ്ങൾ ലേസർ ഹെയർ റിഡക്ഷൻ പോയി തന്നെ ചെയ്യണം. ആൻഡ് അത് അല്ല നിങ്ങൾക്ക് ഈ 3 മെത്തേഡ്സിൽ ഞാൻ ഒന്ന് ചൂസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഞാൻ ഷേവിങ് തന്നെ പറയും. നല്ലൊരു പ്രോപ്പർ റേസർ വെച്ചിട്ട് പ്രോപ്പർ മെത്തേഡ്. ഈ പ്രോപ്പർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ജെൽ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ, ഒരു മീഡിയം വേണം അത് നമ്മൾ റേസർ ഉപയോഗിക്കുന്ന സമയത്ത്. അല്ലാതെ ചുമ്മാ നമ്മൾ ഇട്ടിട്ട് ആൻഡ്രാം ഷേവ് ചെയ്യല്ല ചെയ്യേണ്ടത്. മേലെന്ന് താഴത്തുന്ന രീതിയിൽ വേണം അത് ഷേവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. ആൻഡ് അതിനുശേഷം നിങ്ങൾ പ്രോപ്പറായിട്ട് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് കോസിലോട്ട് പോകാം. അതാണ് അക്കാന്തോസിസ് നൈഗ്രിക്കാൻസ്. ഇതൊരു സ്കിൻ കണ്ടീഷനാണ്. മെയിനായിട്ട് ഡാർക്ക് കളർ സ്കിൻ ആണ് ഇതിനകത്ത് ഉണ്ടാവുക. അത് നമുക്ക് നെക്കിൽ ഉണ്ടാവാം, അൺഡ്രാംസിൽ ഉണ്ടാവാം, ഗ്രോയിൻ ഏരിയയിൽ ഉണ്ടാവാം. ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ വരുന്ന ഒരു കണ്ടീഷനാണിത്. ഇതിന് മെയിനായിട്ട് നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് കുറയത്തുള്ളൂ. സോ അക്കാന്തോസിസ് നൈഗ്രിക്കാൻസും ജസ്റ്റ് ഡാർക്ക്നെസ് ഓഫ് അൺഡ്രാംസും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. സാധാരണ ക്രീംസ് വെച്ചിട്ട് നമുക്ക് അക്കാന്തോസിസ് നൈഗ്രിക്കാൻസ് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് ലൈക്ക് ദാറ്റ് നിങ്ങൾ ഈ ഫ്രിക്ഷൻ അവോയ്ഡ് ചെയ്ത് ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അവോയ്ഡ് ചെയ്താൽ പോലും അക്കാന്തോസിസ് നൈഗ്രിക്കാൻസ് പോകണം എന്നില്ല. കാരണം അതൊരു സ്കിൻ കണ്ടീഷനാണ്. അതിന് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യേണ്ടി വരും, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ചെയ്യേണ്ടി വരും വിത്ത് മേ ബി മെഡിക്കേഷൻസ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ അൺഡ്രാം കുറച്ച് ഡാർക്കായിട്ട് ഇരിക്കുവാണ്, വെൽവെറ്റി ആയിട്ട് ഇരിക്കുവാണ്. അപ്പോൾ അങ്ങനെ എന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി നിങ്ങൾക്ക് അക്കാന്തോസിസ് നൈഗ്രിക്കാൻസ് ആയിരിക്കണം. ഇത് നിങ്ങൾക്ക് അൺഡ്രാമിൽ മാത്രമല്ല, നിങ്ങൾക്ക് നെക്കിന് ചുറ്റും അല്ലെങ്കിൽ ഗ്രോയിൻ ഏരിയയിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് അക്കാന്തോസിസ് നൈഗ്രിക്കാൻസ് ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോകണം. അവർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും എന്തൊക്കെ ചെയ്യണം, ട്രീറ്റ്മെൻറ്റ് ആയിട്ടും ഇല്ലെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആയിട്ടും എന്തൊക്കെ ചെയ്യണമെന്ന് അവർ പറഞ്ഞുതരും. അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് കുറഞ്ഞ് കിട്ടത്തുള്ളൂ. സോ ദാറ്റ്സ് ദ നെക്സ്റ്റ് കോസ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ലാസ്റ്റ് കോസാണ് അലർജീസ്. അലർജീസ് പല രീതിയിലും വരാം. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഫ്രിക്ഷൻ പറഞ്ഞ പോലെ അലർജീസ് നമ്മൾ എന്തൊക്കെ അണ്ടർആം ഏരിയയിൽ ഇടുന്നു, നമ്മൾ പെർഫ്യൂംസ് ഇടും, ഡിയോഡ്രൻസ് ഇടും, അല്ലെങ്കിൽ റോൾ ഓൺസ് ഇടും. സോ ഇതൊന്നും എല്ലാവർക്കും പറ്റണം എന്നില്ല. ഇത് ചിലപ്പോൾ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഇറിറ്റേഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല, പക്ഷേ ചിലപ്പം ഇത് ഡാർക്കനിങ് ഓഫ് അണ്ടർആമിന് ഒരു കോസ് ആയിരിക്കും. സോ മാക്സിമം നിങ്ങൾക്ക് ഇപ്പോൾ സഡൻ ആയിട്ട് ഒരു 1-2 ആഴ്ച പുതിയൊരു സംഭവം, പുതിയൊരു റോൾ ഓൺ വാങ്ങിച്ചു അല്ലെങ്കിൽ പുതിയൊരു ഡിയോഡ്രൻറ്റ് വാങ്ങിച്ചു, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗ്രാജുവലി ഒരു 1 or 2 വീക്സിൽ സാധാരണ അല്ലാതെ ഒരു ഡാർക്ക്നെസ് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഡിയോഡ്രൻ്റ് ആണെങ്കിലും എന്താണെങ്കിലും സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പോൾ നാച്ചുറൽ ഡിയോഡ്രൻസ് അല്ലെങ്കിൽ നാച്ചുറൽ റോൾ ഓൺസ് എന്ന് പറയുന്നതിലൊക്കെ ഒരുപാട് ബേക്കിംഗ് സോഡയും നമ്മുടെ ഈ സ്വെറ്റ് മാസ്ക് ചെയ്യാനുള്ള ഒരുപാട് ഫ്രാഗ്രൻസസ് അവർ ആഡ് ചെയ്യുന്നുണ്ട്. അത് അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയിലാണ് നിങ്ങൾ ഇടുന്നത്. സോ അത് എല്ലാവർക്കും പറ്റണമെന്നില്ല. അതുകൊണ്ട് അതും ഒരു കാരണമാണ്. ഇപ്പം ഇത്രയും പറഞ്ഞതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള അണ്ടർആം പിഗ്മെന്റേഷനുള്ള കോസസ്. ഇനി നമുക്ക് ഇതിനെ പറ്റിയുള്ള ട്രീറ്റ്മെന്റ്സിലോട്ട് പോകാം. സോ ഇൻ ഓഫീസ് പ്രൊസീജിയേഴ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ലേസേഴ്സ് തന്നെയാണ് വരിക. ലേസേഴ്സ് പല ടൈപ്പിലുണ്ട്. ക്യൂസൂച്ച് ലേസേഴ്സ്, എൻഡിയാക് ലേസേഴ്സ്, പിക്കോ ലേസർ, അങ്ങനെ പലതും. സോ ഏത് ടൈപ്പ് ഓഫ് ലേസർ ആണ് നിങ്ങൾക്ക് ബെസ്റ്റ് വർക്ക് ചെയ്യുക അത് നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റ് നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യും. സോ യു ക്യാൻ ഗോ വിത്ത് ദാറ്റ്. ലേസേഴ്സ് എല്ലാവർക്കും അറിയുന്ന പോലെ കുറച്ച് പ്രൈസിയാണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്. ബട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള സ്റ്റബേൺ ആയിട്ടുള്ള അണ്ടർആം പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി യു ഷുഡ് ഗോ വിത്ത് ഇറ്റ്. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ടോപ്പിക്കൽ ക്രീംസ് ആണ്. സോ ഞാനിവിടെ പ്രോപ്പർ റെജിമെൻ, മോർണിംഗ് ആൻഡ് നൈറ്റ് റെജിമെൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ നൈറ്റ് നിങ്ങൾ ബോഡി വാഷ് അല്ലെങ്കിൽ അണ്ടർആമെങ്കിലും പ്രോപ്പറായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു ലൈറ്റനിങ് അല്ലെങ്കിൽ ബ്രൈറ്റനിങ് ഇൻഗ്രീഡിയൻസ് ഉള്ളൊരു സിറം രാത്രി ഉപയോഗിക്കാൻ നോക്കുക. ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ സീറംസ് എല്ലാം നല്ല ബ്രൈറ്റനിങ് ആൻഡ് ലൈറ്റനിങ് ഏജൻറ്റ്സ് ഉള്ള സീറംസ് ആണ്. സോ ബേസിക്കലി ലുക്ക് ഫോർ ഇൻഗ്രീഡിയൻസ് ലൈക്ക് ആൽഫ ആർബുറ്റിൻ, ട്രാൻഎക്സാമിക് ആസിഡ്, നയസിനമൈഡ്, കോജിക് ആസിഡ്, ലിക്രൈസ് റൂട്ട് എക്സ്ട്രാക്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സീറം ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒരു ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറും കൂടി ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് രാത്രി പോയി കിടന്നുറങ്ങാം. എഗെയിൻ വെൻ യു വേക്ക് അപ്പ് ദ നെക്സ്റ്റ് മോർണിംഗ് ബോഡി വാഷ് എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് റോൾ ഓൺസ് അപ്ലൈ ചെയ്യാം. റോൾ ഓൺസ് 2 ടൈപ്പ് ഓഫ് റോൾ ഓൺസ് ഉണ്ട്. ഒന്ന് എക്സ്ഫോലിയേറ്റിംഗ് റോൾ ഓൺസ്, ഒന്നല്ലാതെ നോർമൽ ഡിയോ. എക്സ്ഫോലിയേറ്റിംഗ് റോൾ ഓൺസ് ഒരു വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ വീക്ക്ലി ത്രൈസിനെക്കാളും കൂടുതൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരുപാട് എക്സ്ഫോലിയേറ്റ് ചെയ്യുന്നത് ആ ഏരിയയിൽ അത്ര നല്ല കാര്യമല്ല. സോ നാച്ചുറലായ ഡിയോഡ്രൻസ് ലൈക്ക് ഈ കാണിച്ച ദേഗയുടെയും ജ്യൂസി കെമിസ്ട്രിയുടെയും നാച്ചുറൽ ഡിയോഡ്രൻസ് നിങ്ങൾക്ക് രാവിലെ ഉപയോഗിക്കാം. അതിനുശേഷം വേണമെങ്കിൽ മോയ്സ്ചറൈസർ ഇടാം, അല്ലെങ്കിൽ ജസ്റ്റ് ഡിയോ മാത്രം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പോവാം. ഇനി നിങ്ങൾ ഡിയോഡ്രൻസ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഡിയോഡ്രൻസ് ആർ നോട്ട് സെയിം ആസ് ആൻറ്റി പെർസ്പിറൻസ്. കാരണം ആൻറ്റി പെർസ്പിറൻസ് സ്വെറ്റിംഗ് മൊത്തത്തിൽ കുറയ്ക്കും. വേറെ ഡിയോഡ്രൻറ്റ് നമ്മൾ ഉണ്ടാകുന്ന സ്വെറ്റിൽ നിന്ന് ഉണ്ടാകുന്ന ആ ഓർഡർ മാത്രമേ
മാസ്ക് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ആൻറ്റിപേഴ്സ്പിറൻസ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. കാരണം കുറച്ച് സ്റ്റഡീസിൽ ആൻറ്റിപേഴ്സ്പിറൻസിൽ ഉപയോഗിച്ച കുറച്ച് കെമിക്കൽസ് അല്ലെങ്കിൽ അലുമിനിയം സോൾട്ട്സ് നന്നല്ല എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഡിയോഡ്രൻസ് ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എനിവേസ് ഈവൻ ഞാനും നാച്ചുറൽ ഡിയോഡ്രൻസ് ഉപയോഗിക്കാൻ തന്നെ പറയത്തുള്ളൂ. ബട്ട് ജസ്റ്റ് വ്യത്യാസം അറിയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ മോർണിംഗ് ആൻഡ് നൈറ്റ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യുക. അതായത് രാത്രി ബ്രൈറ്റനിങ് ആൻഡ് ലൈറ്റനിങ് ഏജൻസ് ഉപയോഗിച്ചിട്ട് മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. മോർണിംഗ് എഗെയിൻ ഒരു ബോഡി വാഷ് ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റോൾ ഓൺ ഉപയോഗിക്കാം. എക്സ്ഫോലിയേറ്റിംഗ് റോൾ ഓൺസ് ആണെങ്കിൽ വീക്ക്ലി ത്രൈസ് മതി. അല്ലാതെ നോർമൽ നാച്ചുറൽ ഡിയോഡ്രൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ആയിരിക്കണം നിങ്ങളുടെ മോർണിംഗ് ആൻഡ് നൈറ്റ് റൂട്ടീൻ ഫോർ ബ്രൈറ്റനിങ് യുവർ അണ്ടർആം. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് നല്ല എക്സ്ഫോലിയേറ്റിംഗ് ക്രീംസ് ആൻഡ് ടോണേഴ്സ് കൂടെ പരിചയപ്പെടുത്തി തരാം. ഈ കാണിച്ചിരുന്ന പ്രൊഡക്ട്സ് എല്ലാം പിഗ്മെൻറ്റേഷനെ ടാർഗറ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ്. ആൻഡ് മെയിൻ ആയിട്ട് ഇവരിൽ ഗ്ലൈക്കോളിക് ആസിഡ് ആണ് ഉള്ളത്. ഇതിൽ കാണുന്ന ഈ 2 ക്രീംസും ഫാർമസി ബേസ്ഡ് പ്രൊഡക്റ്റ് ആണ്, അതായത് GA6. ബാക്കി 2 പ്രൊഡക്ട്സും നിങ്ങൾക്ക് ഓവർ ദ കൗണ്ടർ തന്നെ കിട്ടും. അതായത് ഒന്ന് ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആസിഡ് 7% ഒരു ടോണറാണ്. സെക്കൻഡ് വൺ ഇസ് ഡെർംഡോക് 5% ഗ്ലൈക്കോളിക് ആസിഡ് സ്പ്രേ. ഈ കാണിച്ചിരിക്കുന്ന ഗ്ലൈക്കോളിക് ആസിഡ് ടോണേഴ്സ് ആൻഡ് ക്രീംസ് ഭയങ്കര എഫക്റ്റീവ് ആണ്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിവിടെ എക്സാമ്പിൾസിന് വേണ്ടിയിട്ടാണ് ഇത്ര അധികം ടോണേഴ്സിൻ്റെയും ക്രീംസിൻ്റെയും ലിസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ച് നിങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ഉപയോഗിക്കരുത്. ഏതെങ്കിലും ഒരു നല്ല എക്സ്ഫോലിയേറ്റിംഗ് ക്രീം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല എക്സ്ഫോലിയേറ്റിംഗ് സ്പ്രേ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. സോ അത് നിങ്ങൾ ചൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളൊരു 1 or 2 months അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ അല്ലെങ്കിൽ സ്പ്രേനേക്കാളും കുറച്ചും കൂടി സ്ട്രോങ് ആണ് ഈ കാണിക്കുന്ന ഡോക്ടർ ഷെത്തിൻ്റെ പീൽസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷേ എല്ലാം കൂടി പറഞ്ഞ പോലെ ഒരുമിച്ച് ഉപയോഗിക്കരുത്. ഇത് മന്ത്ലി വൺസ് അല്ലെങ്കിൽ മന്ത്ലി ട്വൈസ് മാത്രം ഇങ്ങനത്തെ സ്ട്രോങ്ങർ പീൽസ് ഉപയോഗിച്ചാൽ മതി. ആൻഡ് ഓൾവേസ് പാച്ച് ടെസ്റ്റ് വളരെ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. കാരണം അത്രയും സെൻസിറ്റീവ് ഏരിയയിൽ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇറിറ്റേഷൻ ഈ കെമിക്കൽ പീൽസ് നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. സോ എക്സ്ഫോലിയേഷൻ മാക്സിമം ലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കുക. എക്സ്ഫോലിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കാൻ മറക്കരുത്. അപ്പോൾ ഐ തിങ്ക് ഞാൻ ടോപ്പിക്കൽ ക്രീംസിനെ പറ്റി ഒരുവിധം കവർ ചെയ്തെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴത്ത് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ഇനി നമുക്ക് കുറച്ച് ഹോം റെമഡീസിലോട്ട് പോവാം. ഹോം റെമഡീസിനെ പറ്റി പറയുമ്പോൾ വളരെ സ്റ്റബേൺ ആയിട്ടുള്ള അണ്ടർആം പിഗ്മെൻറ്റേഷൻ ആണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഹോം റെമഡീസ് മാത്രം ചെയ്താൽ പോകണമെന്നില്ല. മേ ബി നിങ്ങൾക്ക് കോമ്പിനേഷൻ ട്രീറ്റ്മെൻറ്റ്സ് ലൈക്ക് ലേസർ പ്ലസ് ടോപ്പിക്കൽ ക്രീംസ് എല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. സോ ജസ്റ്റ് ഡോണ്ട് സ്വെയർ ബൈ ഹോം റെമഡീസ് ഓൺലി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ എനിക്ക് കുറച്ച് ഫേവറേറ്റ് ആയ ഇൻഗ്രീഡിയൻസ് വൈസ് കുറച്ച് നന്നായിട്ട് വർക്ക് ചെയ്യുമെന്ന് തോന്നുന്ന ഞാൻ കുറച്ച് ഹോം റെമഡീസ് പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ ഇസ് കേർഡ് ആൻഡ് ടേമറിക്. ടേമറിക് ഉപയോഗിക്കുന്ന സമയത്ത് മാക്സിമം ഓർഗാനിക് ആയ ടേമറിക് ഉപയോഗിക്കാൻ നോക്കുക. കേർഡും ടേമറിക്കും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 20 minutes അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വാഷ് ഓഫ് ചെയ്യാം. എന്നിട്ടൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലെമൺ മാക്സിമം ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക. ഈ ഒരു പിക്ചറിൽ ലെമൺ ഉണ്ടെങ്കിലും ലെമൺ ഭയങ്കര സ്ട്രോങ് ആണ്. സോ അത് ഇറിറ്റേഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് ഹോം റെമഡി എന്ന് പറയുന്നത് പപ്പായ വിത്ത് കേർഡ് ആണ്. എഗെയിൻ അതും പപ്പായയിൽ നല്ല എൻസൈംസ് ഉണ്ട്. എക്സ്ഫോലിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എൻസൈംസ് ഉണ്ട് അതിനകത്ത്. സോ പപ്പായ വിത്ത് കേർഡ് ഇസ് എഗെയിൻ എ ഗുഡ് ഹോം റെമഡി. എല്ലാം നിങ്ങൾക്ക് വീക്ക്ലി 1 or 2 ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇസ് ലെമണിന് പകരം, ലെമൺ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലെമണിന് കുറച്ച് ഈക്വലൻ്റ് ആയിട്ടുള്ളതാണ് ടൊമാറ്റോ. സോ ടൊമാറ്റോ ആൻഡ് കേർഡും മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അണ്ടർആംസിൽ തേക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഫിസിക്കലി ഒരു സ്ക്രബ്ബ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബേസൻ ആൻഡ് കേർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബ്യൂട്ടിഫുൾ സ്ക്രബ്ബ് ഫോം ആവും. വളരെ നല്ല പൊടിച്ച് ഫൈൻ ആയിട്ടുള്ള ബേസൻ ഉപയോഗിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നല്ല സർക്കുലർ മോഷനിൽ മാത്രം ഒരുപാട് ഹാർഷ് അല്ലാതെ വളരെ ജെൻറ്റിലായിട്ട് റബ്ബ് ചെയ്ത് കൊടുത്താൽ അതൊരു പെർഫെക്റ്റ് ഉള്ള സ്ക്രബ്ബായിട്ടും കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് നല്ല എഫക്റ്റീവായ ഹോം റെമഡീസ്. സോ അത്ര തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓൾസോ ഞാൻ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഐ വിൽ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ, ബൈ.